ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എംപവർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. നമുക്ക് ഏതൊരു ഓപ്പർച്യൂണിറ്റി അല്ല, ഏതൊരു സാഹചര്യം, ഏത് മേഖലയിലും നമുക്കൊരു ശക്തമായിട്ടുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പുതിയ ആൾക്കാരാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബാക്ക് സപ്പോർട്ട് എന്ന് പറയാൻ വേണം. നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും നമ്മളെ എംപവർ ചെയ്യാനും നമ്മളെ പുതിയ മേഖലയെ പരിചയപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ് എംപവർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ഞാൻ എന്ന വ്യക്തി ഇതിനകത്ത് വന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഈ ഒരു വേദിയിൽ നിന്ന് ഇത്രയെങ്കിലും നല്ല രീതിയിലെങ്കിലും ഒരു പ്രസന്റേഷൻ എടുക്കുവാനും ഒരു ലൈഫിൽ ഒരുപാട് നോളജ് ഇതിനകത്ത് ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളുണ്ട്. എന്നെ ഇൻവൈറ്റ് ചെയ്ത അനസ് ബ്രോ ഒക്കെ ടെക്നിക്കലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. അവരൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റിയാണ് എംപവർ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന ഏതൊരു വ്യക്തിക്കും, ഏതൊരു സാധാരണ വ്യക്തിക്കും ഈസി ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ട് അവരെ വലിയ സക്സസിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് എംപവർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ. പല രാജ്യങ്ങളിലായിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ വലിയ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വലിയ ശക്തമായ രീതിയിൽ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പാണ്. നമുക്കറിയാം, ഇന്ന് പലപ്പോഴും ഫുട്ബോൾ കളിക്കുന്നവർക്കറിയാം, നമുക്ക് ജീവിതത്തിൽ ഒരു കളിയുടെ ഇടയ്ക്ക് കാണാം പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കുന്നത് അല്ലെ. നമ്മൾ ഫുട്ബോൾ കളിക്കുന്നവർക്കൊക്കെ അത് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ജീവിതത്തിൽ നമുക്ക് പകരക്കാരൻ ആരാണ്? ഒരു വീട്ടിലെ ഒരു ബ്രെഡ് വിന്നർ ഉണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് പുതുതായിട്ട് വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകത്തിനേക്കാൾ ഒരു എക്സ്ട്രാ ഇൻകം ക്രിയേറ്റ് ചെയ്യുക അല്ലെ. നമ്മൾക്ക് ഇപ്പം കിട്ടുന്ന ഇൻകം കൊണ്ട് മതിയാകാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്തത് കൊണ്ട് ഒരു എക്സ്ട്രാ ഇൻകം ഓപ്പർച്യൂണിറ്റി തേടി വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം നമുക്ക് പകരം ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ, നമ്മളൊരു ഫാമിലിയിലെ ഒരു ബ്രെഡ് വിന്നർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചറി, അദ്ദേഹത്തിന്റെ ഇൻകത്തിന് എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് സംഭവിക്കുവാണെങ്കിൽ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഇല്ല പലപ്പോഴും. അങ്ങനെയുള്ള ഒരു ഏതൊരു പ്രശ്നത്തിലും നമുക്കൊരു ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേൾഡിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം, ഏത് ഓപ്പർച്യൂണിറ്റിയാണ്, എന്താണ് ദ നെക്സ്റ്റ് ബിഗ് തിങ് അല്ലെ. നമ്മൾ ഏത് ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യുക, ഏത് കാര്യത്തിലേക്കാണ് മൂവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ദ നെക്സ്റ്റ് ബിഗ് തിങ് ഈസ് കമ്മിങ്. നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ പോയിട്ട് കാര്യമില്ല. ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കരിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മേഖല നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും തിരിച്ചറിയുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും മുമ്പോട്ട് പോകേണ്ടത് ആവശ്യകതയാണ്. എന്നാൽ മാത്രമേ നമുക്കൊരു സക്സസ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.